ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഫേസ് വലിയൊരു പ്രശ്നമാണ് ഷഹബാസ് പറഞ്ഞത്. അതായത് ഒരു സിമ്പിൾ തിയറി ബിസിനസ്സുകാർ പറയാം. ഇപ്പോൾ ഞാനൊരു എനിക്ക് ഷോപ്പ് തുടങ്ങണം വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു ബേക്കറിയോ ഒരു കഫേ എന്തെങ്കിലും തുടങ്ങണം വിചാരിക്കാം. 10 ലക്ഷം എനിക്ക് എന്ത് വേണം? ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഒരു ഇൻഫ്രാസ്ട്രക്ചറും എംപ്ലോയീസും ഒരു 1 ഇയർ റൺ ചെയ്യാൻ എനിക്ക് 10 ലക്ഷമാണ് വേണ്ടിയിരിക്കുക. അപ്പോൾ നോർമലി തിയറി പ്രകാരം 10 ലക്ഷം എൻ്റെ കയ്യിൽ എന്തുണ്ടാവണം? ക്യാപിറ്റലും ഉണ്ടാവണം. ഒരു 5 lakh rupees എനിക്ക് എമർജൻസി ഫണ്ട് വേണം ഇൻ കേസ് ഓഫ് റിസർവായിട്ട്. സോ ടോട്ടൽ 15 lakhs. ഇങ്ങനെയാണ് നോർമലി ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ലോകത്തെല്ലാവരുടെയും ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡ് ഇതാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് വേണ്ടത് 10 ലക്ഷം ക്യാപിറ്റലാണ്. അതിലെനിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് 5 ലക്ഷം വേണം. പിന്നെ 1 year ജേണിക്ക് എനിക്ക് 5 lakhs റൺവേ ആയിട്ട് 5 lakhs വേണം. എന്നിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യും 2 lakhs വെച്ചിട്ടായിരിക്കും. എന്നാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല, ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവില്ല, പ്രോപ്പർ ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാത്ത. പ്ലാനിങ് മാത്രമല്ല, സപ്പോർട്ട് ഉണ്ടാവില്ല, ഫണ്ടിങ് സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ 2 lakhs ഇൻവെസ്റ്റ് ചെയ്ത് ഇതിൻ്റെ കൂടെയുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്ത് മന്ത്ലി എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം എംപ്ലോയീസിനെല്ലാം ഹയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് അവിടുന്ന് റോൾ ചെയ്യും, ഇവിടുന്ന് റോൾ ചെയ്യും. ഫിനാൻഷ്യൽ ഹെഡേക്സ്, ഇതിനൂടെ കമ്പനി വളർത്തണം, കമ്പനി മാറ്റണം. അപ്പോൾ ഈ വാല്യൂ ഓഫ് ഡെത്തിൽ പെട്ട് അതെ. അപ്പോൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ശരിക്കും ഒരു 6 months to 7 months, ഒരു 1 yearനുള്ളിൽ ഒരു ഓണ്ടർപ്രണർ ശരിക്കും പിടിച്ച് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേ ഓണ്ടർപ്രണേഴ്സ് ഫെയിലാണ്. സോ നമ്മുടെ ഇൻക്യുബേഷൻ പ്രോഗ്രാം, ഇൻക്യുബേറ്റർ തന്നെ നമ്മൾ ചെയ്യുന്ന സോൾവ് ചെയ്യാൻ നോക്കുന്ന പ്രോബ്ലം മെയിനായിട്ട് ഇതാണ്.